മൂന്നാമത് നമ്മുടെ കെ സുധാകരൻ. അദ്ദേഹം കണ്ണൂർ പാർട്ടി ഉണ്ടാക്കിയതാണെന്നും കണ്ണൂരിൻ്റെ പാർട്ടിയുടെ അടിത്തറയാണ് അദ്ദേഹമെന്നും മേൽവിലാസം ഉണ്ടാക്കിയതെന്നൊന്നും തർക്കമില്ല അദ്ദേഹത്തിനോട്. പക്ഷേ അദ്ദേഹത്തെ അനുനയിപ്പിക്കേണ്ട ആവശ്യം നിലവിൽ നേതൃത്വത്തിനും ഉണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അദ്ദേഹം ഒരുതരം സമ്മർദ്ദം, ഒരു വലിയൊരു സമ്മർദ്ദം നേതൃത്വത്തിന് മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പോലും പരിഗണിക്കാത്ത രീതിയിൽ അദ്ദേഹം അത്രയധികം കോൺഫിഡൻ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. അവിടെ വലിയ തരത്തിൽ വിമത നീക്കം എന്ന് തന്നെ പറയാവുന്ന പോലെയാണ് നിലവിൽ വാട്സപ്പുകളിലും സണ്ണി ജോസഫിനെതിരെയുള്ള കാര്യങ്ങൾ. അതിൽ പോസ്റ്റർ പ്രചാരണമായി വാട്സപ്പുകളിലൂടെ പ്രചാരണം നടക്കുന്നു, അല്ലാതെയുള്ള പ്രചാരണം നടക്കുന്നു. അത് ആ കണ്ണൂർ ജില്ലയിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ, അഴീക്കോട് മണ്ഡലം, പേരാവൂർ മണ്ഡലം, ഇരിക്കൂർ മണ്ഡലം, ഇരിക്കൂറിൽ ഒരു പരിധി വരെ പോവട്ടെ, അത് ഒരു ഉറച്ച മണ്ഡലം എന്ന് തന്നെ പറയാം. പക്ഷേ എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രതിഫലിക്കുമെന്നുള്ളൊരു ബോധം ഈ മുതിർന്ന നേതാക്കൾക്ക് വേണ്ടി. ഇതൊക്കെ സ്വതാല്പര്യത്തിനാണ് എന്ന് കരുതാം. ഇനി സ്വതാല്പര്യമല്ല, ഗ്രൂപ്പ് താല്പര്യത്തിനായി പ്രവർത്തിക്കുന്ന മറ്റ് നേതാക്കൾ, ഈ നിന്ന് നയിക്കുന്നവർ. ഇന്നലെ തന്നെ ഹർഷൻ പറഞ്ഞു, ഒരു 3 ധാരയുണ്ട് കോൺഗ്രസ്സിലൊന്ന്. ഒന്ന് കെ.സി. വേണുഗോപാൽ ധാര, ഒന്ന് ചെന്നിത്തല ധാര, ഒന്ന് വി.ഡി. സതീശൻ ധാര എന്ന് പറയുന്നുള്ളൂ. ഈ 3 പേരും ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ കൊച്ചി മണ്ഡലത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ അതിലൊരു എക്സാമ്പിൾ അല്ലേ. കൊച്ചി മണ്ഡലത്തിൽ 2 പേർ ഞങ്ങൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിക്കുന്നു. ഒന്ന് മുഹമ്മദ് ഷിയാസ്, അത് വി.ഡി. സതീശൻ്റെ ആൾ. മറ്റൊന്ന് ദീപ്തി മേരി വർഗീസ്, അത് കെ.സി. വേണുഗോപാൽ പക്ഷം എന്ന് നമുക്ക് പറയാവുന്നത്. മറ്റൊന്ന് ഇതേ മണ്ഡലത്തിൽ, ഇതേ എറണാകുളം ജില്ലയിൽ എൽദോസ് കുന്നപ്പള്ളിക്കായി രമേശ് ചെന്നിത്തല ചരട് വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറയാം, അവനവൻ്റെ ഗ്രൂപ്പ് താല്പര്യം കൂടെ, അത് MLA-മാരെ കൂടി ഉറപ്പിക്കണമല്ലോ എന്ന് പറയുന്നതിൽ നമ്മൾക്കത് ഗണത്തിൽപ്പെടുത്താം. പക്ഷെ അവനവൻ്റെ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് കൂടി ഉറപ്പിക്കുന്ന നേതാക്കൾ, ഇവരൊക്കെ കൂടി സ്വതാല്പര്യവും ഗ്രൂപ്പ് താല്പര്യത്തിനും അപ്പുറത്തേക്ക് ഒരു പാർട്ടി താല്പര്യം എന്ന നിലയ്ക്ക് ഇനി ആലോചിക്കേണ്ട ഘട്ടമല്ലേ. എങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വരിക. കടുക് കറിയിൽ വറക്കുന്നത് നല്ലതാ, കറിക്ക് രുചി കൂടും. അപ്പോൾ ഈ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ കറിക്ക് രുചി കൂടും, പട്ടിക നന്നായിരിക്കും, നല്ല പോലെ മത്സരിക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ ഇതിലൊക്കെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലെങ്കിൽ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺ ഔട്ട് ആവുന്ന സ്ഥിതിയായിരിക്കും വി.ഡി. സതീശനായാലും രമേശ് ചെന്നിത്തലക്കായാലും കെ.സി. വേണുഗോപാലിനായാലും.